ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ടേം ലോൺ. ഒരു ഫേമിന് ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച സോഴ്സുകളാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിരുന്നു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ തന്നെ ഡിബഞ്ചർ ആയിരുന്നു. അതും രണ്ട് തരത്തിലുള്ള ഡിബഞ്ചർ പഠിച്ചു, റെഡീമബിളും ഇറെഡീമബിളും എങ്ങനെയാണെന്നുള്ള കാൽക്കുലേഷനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന സോഴ്സാണ് ടേം ലോണുകൾ. നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പണമൊക്കെ ആവശ്യമായി വരും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കുകയും അവരിൽ നിന്ന് ലോണും എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണ് ടേം ലോൺ എന്ന് ചോദിച്ചാൽ ആകെ എഴുതേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എ ടേം ലോൺ ഈസ് എ lump sum money borrowed from a financial institution with a fixed repayment period and a predetermined interest rate. ഇപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതുവരയ്ക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ടേം ലോൺ നമ്മൾ എടുക്കുമ്പോൾ ഒരുമിച്ചൊരു എമൗണ്ട് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ബാങ്കുകളിൽ നിന്നോ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മൾ ഒരുമിച്ച് വാങ്ങണം. ഒരു ഫിക്സഡ് റീപേയ്മെൻറ്റ് പീരീഡ്, ഇത്ര കാലാവധിക്കുള്ളിൽ നമ്മൾ തിരിച്ചടച്ചോളാം, 5 കൊല്ലം 10 കൊല്ലത്തിന് അടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്. അതും ആ സമയത്ത് നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണം എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്യും. ഇതിനെയാണ് ടേം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടേം ലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗിവൺ ഫോർ എ സ്പെസിഫിക് പീരീഡ്, നിശ്ചിത കാലയളവ് ഉണ്ടായിരിക്കും. കമ്പനി അഗ്രീസ് ടു പേ ഇറ്റ് ബാക്ക്, അതായത് നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഈ പണം പലിശയും മുതലും അടക്കം ഇത്ര വർഷത്തിനുള്ളിൽ തിരിച്ച് തന്നോളാം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ടേം ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് എക്സ്ട്രാ മണി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. കമ്പനി മസ്റ്റ് പേ ഇൻ അഡീഷൻ ടു ദ എമൗണ്ട് ബോറോഡ്. നമ്മൾ എത്ര രൂപയാണോ കടം വാങ്ങിയത്, ആ കടം വാങ്ങിയതിന് പുറമെ നമുക്ക് എന്തും കൂടി കൊടുക്കണം, ആ കടം വാങ്ങിയതും കൊടുക്കണം, ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് സ്ഥാപനങ്ങളെ സംബന്ധിച്ചോളം കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലോണാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ലോണിന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് ഏതാണ്, ഈ തരത്തിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റും പിന്നെ അതേപോലെ തന്നെ ലോൺ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കുറച്ച് ബാങ്കിൽ ചാർജുകൾ വരുന്നുണ്ട്. എന്തൊക്കെ ചാർജുകളാണ് അത് വരുന്നത്? പ്രോസസ്സിങ് ചാർജ് പറഞ്ഞിട്ട് അവർ കുറച്ച് എമൗണ്ട് പിടിക്കും, ലോൺ അറേഞ്ച്മെൻറ്റ് ഫീസ് പറയും, അല്ലെങ്കിൽ ഏർലി റീപേയ്മെൻറ്റ് പെനാൽറ്റി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്കതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഈ ചിലവും കൂടി നമ്മളിതിൽ കണക്കാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 3 കാൽക്കുലേഷനാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. നമുക്ക് ഒരു ഇത്ര വർഷത്തേക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇത് പഠിച്ചോളാം. ലോൺ എമൗണ്ട് എടുക്കുക, എത്ര ഇൻട്രസ്റ്റ് നോക്കുക, എത്ര വർഷത്തേക്കാണ് നോക്കുക, 3 കൂടി ഇൻറ്റു ചെയ്ത് നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീസോ ചാർജോ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ടോട്ടൽ കോസ്റ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ 1,00,000 രൂപ കടമെടുത്തു, 30,000 രൂപയാണ് തിരിച്ചടയ്ക്കുമ്പോഴേക്ക് ഇൻട്രസ്റ്റ് വരുന്നത് വെച്ചാൽ ആ 30ൻ്റെ ഒപ്പം ഈ വല്ല ചാർജും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് വേണം നമ്മളെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അത് കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണോ, ഇൻട്രസ്റ്റ് എമൗണ്ട് പ്ലസ് അഡീഷണൽ ചാർജസ് വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം പോരാ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചാർജ് വന്നാൽ അതും കൂടി കൂട്ടിയതിന് ശേഷം ലോൺ എമൗണ്ട് എത്രയാണോ അതിൻ്റെ കാലാവധി എത്രയാണോ അവ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ആൻഡ് ലാസ്റ്റ് ഇൻറ്റു 100 കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ 3 ഇക്വേഷൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ അജിത്ത് ടേക്സ് എ ലോൺ of rupees 1 lakh from a nationalized bank with interest rate 10% for business purpose. The loan term is 3 years. Processing charge and fees are amounted to 6,000. Calculate the cost of the term loan എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1,00,000 രൂപയാണ് ലോൺ എടുത്തത്. അതേപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%ആണ്. 3 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണം. അത് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോസസ്സിങ് ചാർജും ഫീസും ഒക്കെ ആയിട്ട് 6,000 രൂപയും കൂടിയിട്ട് ചിലവായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൻട്രസ്റ്റ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാം. 3 വർഷം കൊണ്ട് നമ്മളത് അടച്ചു തീർക്കണമെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക എന്ന് കമ്പ്യൂട്ട് ചെയ്യുക എങ്ങനെയാണ്, എത്രയാണോ എമൗണ്ട് എടുത്തിരിക്കുന്നത് 1 lakh, എത്രയാണോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇൻറ്റു എത്ര വർഷത്തേക്കാണോ അവിടെ 3, അപ്പോൾ അത് 3 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 30,000 രൂപയാണ് വരുന്നത്. അതായത് 3 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ വാങ്ങിയ 1,00,000 രൂപയും പ്ലസ് ഈ 30,000 കൂടി അവിടെ കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രോസസ്സിങ് ഫീസ് ഒരു 6,000 വന്നിട്ടുണ്ട് പറഞ്ഞു.
അപ്പോൾ നമുക്ക് ഈ ഒരു 1 ലക്ഷം റേസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ തന്നെ അതിൽ 30,000 രൂപ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം 6,000 രൂപ കുറച്ച് ചിലവും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ചിലവ് എന്ന് പറയുന്നത് എന്താ, ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റും അതിനോട് സംബന്ധിച്ച് വരുന്ന ഫീസും ഒക്കെ ചേരുമ്പോൾ 36,000 രൂപയാണ് ഇവിടെ നമുക്ക് ആകെ വരുന്ന ടോട്ടൽ കോസ്റ്റ്. 1 ലക്ഷം രൂപ നമ്മൾ റേസ് ചെയ്യാൻ വേണ്ടി ചെയ്തപ്പം നമുക്ക് 36,000 രൂപയിൽ കോസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇനി ടേം ലോണിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുക? അപ്പം കിട്ടിയിരിക്കുന്ന ആ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 36,000 ഡിവൈഡ് ബൈ എമൗണ്ട് 1 lakh. എത്ര വർഷത്തേക്കാണ്? ഇൻറ്റു 3. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇൻറ്റു 100 കൂടി ചെയ്യുമ്പോൾ 12% കിട്ടും. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട വിധം എന്ന് പറയുമ്പോൾ 1 lakh ഇൻറ്റു 3 പറയുമ്പോൾ 3 lakh. അപ്പോൾ ദാറ്റ് ഇസ് 36,000 ഡിവൈഡഡ് ബൈ 3 lakh ഇൻറ്റു 100 ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഡിബെഞ്ചർ കംപ്ലീറ്റ് കഴിഞ്ഞു. അടുത്ത സോഴ്സ് ആയിരുന്നു ലോൺ എടുക്കുക എന്നുള്ളത്. ലോണും എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ഉള്ളത്? കമ്പനിയുടെ കയ്യിൽ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനിക്ക് വല്ല പൈസയുടെ ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് കയ്യിൽ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്താ പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കാരണം ഈ ഓരോ ഇൻസ്ട്രുമെൻറ്റും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടുവയ്ക്കുക. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരുന്ന സമയത്തും കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് കോസ്റ്റ് ഉണ്ടാവുന്നത്? പ്രിഫറൻസ് ഷെയർ എടുത്ത ഒരാളെ സംബന്ധിച്ചോളം കൃത്യമായിട്ടും അവർക്ക് എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. ആൻഡ് ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? കമ്പനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആരാണോ അവരെക്കാൾ മുന്നേ തന്നെ ആർക്ക് കൊടുക്കണം? ആ ഒരു പ്രിഫറൻസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? തീരുമാനിച്ചിട്ടുണ്ടാവും. എത്ര രൂപയാണ് ഈ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് ദ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ തരത്തിൽ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ എത്ര രൂപയാണോ ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ആ കൊടുക്കുന്നത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ ദ നെറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണത്? നമ്മൾ നോക്കുമ്പം അത് ഡിവൈഡിങ് ആനുവൽ പ്രിഫറൻസ്, ഒരു വർഷം കിട്ടുന്ന പ്രിഫറൻസ് ഡിവിഡൻഡ് എന്താണോ അതിനെ നെറ്റ് പ്രൊസീഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് തരത്തിലാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത്. അതായത് പ്രിഫറൻസ് ക്യാപിറ്റൽ തന്നെ ഇറഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റലും ഉണ്ട്, റെഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റലും ഉണ്ട്. നമ്മൾ ഡിബെഞ്ചർ പഠിച്ച പോലെ തന്നെ രണ്ടും ഇവിടെയും ബാധകമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇറഡീമബിൾ ആണെങ്കിൽ, എന്താ ഇറഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നവരേക്കും നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. നമുക്ക് ആ സമയം വരേക്കും അത് തിരിച്ച് റീപേ ചെയ്യേണ്ട ആവശ്യം കമ്പനിക്ക് വരുന്നില്ല. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KP = DP/NP × 100 ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ KP എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് നമുക്ക് C ആണെങ്കിലും ഇവിടെ കാണിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത് K തന്നെയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലാണ് ഇവിടെ പറയുന്നത്. DP എന്ന് പറയുന്നത് ഡിവിഡൻഡ്, പ്രിഫറൻസിൻ്റെ ഡിവിഡൻഡ്. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ്. കാരണം പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്, അതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇനി അതിൽ തന്നെ വല്ല ചെലവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതൊന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നൗ കമ്പനി കനോട്ട് ഇഷ്യൂ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഇറഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. റെഡീമബിൾ ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പറഞ്ഞാൽ ഇവിടെ എന്താ പ്രത്യേകത? അത് റെഡീം ചെയ്യണം. നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കാലാവധി പറഞ്ഞിട്ടുണ്ടാവും. ആ കാലാവധി ആവുമ്പോൾ തന്നെ അത് കമ്പനിക്ക് നമ്മളെ തിരിച്ച് ഏൽപ്പിക്കണം. അന്നേരം നമ്മൾ കൊടുത്ത ആ പൈസയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെയും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ = DP + 1 എന്നിട്ട് 1/N × RV - NP ഡിവൈഡഡ് ബൈ ½ RV + NP × 100.
നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ റെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഇക്വേഷനും പോലേക്ക് തന്നെ ആയിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർ ബി എന്ന് പറയുന്നത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ റെഡീം ചെയ്യുമ്പോൾ കൊടുക്കുന്ന എമൗണ്ടാണ്. എൻ പി എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങോട്ട് കിട്ടുന്നത് അതാണ് എൻ പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വയ്ക്കാം. നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ കമ്പനി ഇഷ്യൂഡ് 20,000 5% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച്. എന്താ അതിൻ്റെ അർത്ഥം? കമ്പനിയുടെ കയ്യിൽ 20,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. 5% അവർ ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഷെയറിൻ്റെ വില 100 രൂപ. കോസ്റ്റ് ഓഫ് ഇഷ്യൂ, ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാൻ അവർക്ക് വരുന്ന ചിലവാണ് 2 രൂപ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂവിനാണെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രീമിയം ഓഫ് 10%, 10% അധികം പ്രീമിയം കൊടുത്തുകൊണ്ട് നമ്മളത് നേടാറുണ്ട്. ചിലപ്പോൾ ഡിസ്കൗണ്ടിനും 5% ഡിസ്കൗണ്ടിനും നമ്മളത് വാങ്ങിക്കാറുണ്ട്. 3 സിറ്റുവേഷനിലും എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. പറഞ്ഞിട്ട് എപ്പോഴും ഇക്വേഷൻ എഴുതി തന്നെ ചെയ്യുക, ഒപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാൽ മാത്രമേ ഓർമ്മ നിൽക്കുള്ളൂ. അപ്പോൾ അതിൽ ഡി പി ബൈ എൻ പി ഇൻറ്റു 100 ആദ്യം ചെയ്യാം. അപ്പോൾ ഡി പി എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 20,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഒന്നിൻ്റെ വില 100 ആണെങ്കിൽ എത്ര വരും ഇവിടെ? 20,000 20 ലക്ഷം വരും. 20,000 ഇൻറ്റു 100 20 ലക്ഷമാണ് മൊത്തം അവർക്ക് ക്യാപിറ്റൽ കിട്ടുക. അതിൻ്റെ 5% എന്ത് കൊടുക്കണം? ഡിവിഡൻ്റായിട്ട് കൊടുക്കണം. അപ്പോൾ 20 ലക്ഷം ഇൻറ്റു 5/100 ആണ് എന്ത്? ഈ 1 ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 ലാക്ക് ഡിവൈഡഡ് ബൈ എൻ പി നെറ്റ് പ്രൊസീഡ്സ്, ഇത് ഇത്ര ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? എത്ര രൂപയാണ് കിട്ടുന്നത്? 20 ലക്ഷമാണ് കിട്ടുന്നത്. 20 ലക്ഷത്തിൽ നിന്ന് അവർക്ക് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാൻ 2 രൂപയാണ് ചിലവ്. അപ്പോൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? 20,000 ഷെയറാണ് നമ്മളിവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20,000 ഇൻറ്റു 2 രൂപ എന്ന് പറയുമ്പോൾ 40,000 രൂപ ചിലവ് വന്നിട്ടുണ്ട് അവർക്ക് ഇത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിലവ് വന്നതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നെറ്റ് വാല്യൂ എന്താണോ, നെറ്റ് പ്രൊസീഡ്സ് എന്താണോ, അതിൽ നിന്ന് ആ ചിലവ് കുറയ്ക്കണം എന്നാണ് ഇവിടെ നമ്മൾ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? ആദ്യം ഈ ഒരു പ്രിഫറൻസ് ഡിവിഡൻ്റ് ആയിട്ടുള്ള 1 ലാക്ക് എഴുതി ഡിവൈഡ് ബൈ 20 ലാക്ക്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് മൈനസ് ആണ് ചെയ്യേണ്ടത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്യേണ്ടതാണെന്നുള്ളത്. അപ്പോൾ 20,000 നിന്ന് 40,000 കുറച്ചാൽ 19,60,000 ആണ്. അപ്പോൾ 1 ലാക്കിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ലാസ്റ്റ് ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 5.1% ആൻസർ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി രണ്ടാമത്തേന് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇതാണ് പാർ വാല്യൂവിന് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. പ്രീമിയം 10% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? ഇതേ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ പ്രീമിയം ആവുമ്പോൾ നമുക്ക് അതിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ ഒപ്പം അഡീഷണൽ എമൗണ്ട് കൂടി കിട്ടുന്നതാണ്. അഡീഷണൽ എമൗണ്ട് എങ്ങനെയാണ് കാണുക? 20 ലക്ഷമാണ് നമുക്ക് വന്നിരിക്കുന്നത്. 20 ലക്ഷത്തിൽ 10% പ്രീമിയം എന്ന് പറയുന്നത്. 20 ലക്ഷത്തിൻ്റെ 10% പറയുമ്പോൾ എത്ര വരിക? 2 ലക്ഷം രൂപയാണ് വരിക. അപ്പോൾ 20 ലക്ഷവും കിട്ടും, പ്ലസ് അധികമായിട്ടുള്ള 2 രൂപ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രീമിയം 10% 2 ലക്ഷം അധികമായിട്ടും പൈസ കിട്ടും. ടോട്ടൽ 2,20,000 നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ട്. അപ്പം 20,000 ഷെയറിന് 40,000 രൂപ ചിലവ് അവിടെ വന്നിട്ടുണ്ട്. ആ 40,000 നമ്മൾ എന്ത് തന്നെ ചെയ്യണം? അത് കുറച്ച് തന്നെ കാണിക്കണം. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു രണ്ടാമത്തെ കാറ്റഗറിയിൽ. അങ്ങനെ വരുമ്പോൾ 1 ലാക്ക് ഡിവൈഡഡ് ബൈ 20 ലാക്ക് പ്ലസ് 2 ലാക്ക് പറഞ്ഞാൽ 22 ലാക്കായി. അതിൽ നിന്ന് 40,000 കുറയ്ക്കുക. 22 40 പോകുമ്പോൾ 2160 ആണ് വരിക. 21 ലാക്ക് 60,000 ലാസ്റ്റ് ഇൻറ്റു 100 അവിടെ ചെയ്യാം. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മളോട് പറഞ്ഞത് ഡിസ്കൗണ്ട് 5% ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നതാണ് പറഞ്ഞത്. 1 ലക്ഷം പ്രിഫറൻസ് ഡിവിഡൻഡ് സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്യൂ ചെയ്താൽ കിട്ടാൻ പോകുന്ന എമൗണ്ട് 20 ലക്ഷമാണ്. അതിൽ നിന്ന് ഡിസ്കൗണ്ടിനാണ് ശരിക്കും 5%. അപ്പോൾ 20 ലക്ഷത്തിൻ്റെ 5% എത്രയാണ് നോക്കുക? അതാണ് ഇവിടെ 1 ലക്ഷം എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ 20 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 ലക്ഷം രൂപ അവിടെ കുറയ്ക്കണം. ഒപ്പം തന്നെ അതിന് വന്ന ചിലവ് വന്നിട്ടുണ്ട്. ആ ചിലവിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെയും കൂടി മൈനസ് ചെയ്യണം. അതാണല്ലോ എൻ പി എന്ന് പറയുന്നത്. നെറ്റ് പ്രൊസീഡ്സ് പറയണമെങ്കിൽ മൊത്തം നമുക്ക് കിട്ടിയതും കൊടുത്തും എല്ലാം കഴിഞ്ഞ് ബാലൻസ് എന്താണോ അതാണ് നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 20 ലക്ഷം കിട്ടി, പക്ഷേ പകരം എന്താണ്? 1 ലക്ഷം രൂപ നമുക്കവിടെ കുറവ് വന്നു. എന്തുകൊണ്ടാണ്? ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തത്. 1 ലക്ഷം രൂപ നമുക്കവിടെ പോയി. ഒപ്പം തന്നെ നമുക്കിത് ഇഷ്യൂ ചെയ്യാൻ 40,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്.
ആ 40,000 കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് കുറച്ച് കാണിക്കാം. കുറച്ചതിന് ശേഷം ഇക്വേഷൻ ഇങ്ങനെയായി മാറും. 1 lakh ഡിവൈഡഡ് ബൈ 20ന്ന് 1 പോയി എത്ര 19 lakh. 90ന്ന് 40 പോയി കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 1860,000 ആണ് വരുന്നത്. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 1860,000 ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ 5.38% ആയിരിക്കും ഉത്തരം കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി നമ്മളത് ചെയ്ത് കണ്ടുപിടിക്കേണ്ട വിധം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ കമ്പനി ഇഷ്യൂഡ് 1,007% ഡിബഞ്ചേഴ്സ് പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10%, റെഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് പാർ. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, എത്രയാണ് ടോട്ടൽ ഷെയർസിൻ്റെ എണ്ണം, എത്ര ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്നത്, എത്രയാണ് ഒരു ഷെയറിൻ്റെ വില, എത്ര രൂപയാണ് പ്രീമിയത്തിന് കൊടുക്കുന്നത്, എത്ര വർഷത്തേക്കാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് അത് റെഡീം ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1000 പ്രിഫറൻസ് ഷെയർ ഉണ്ട്, 7% ഡിവിഡൻഡ് കൊടുക്കുന്നത്, ഒരു ഷെയറിന് 100 രൂപയാണ്. അതും ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെ, പ്രീമിയത്തിലാണ്, 10% അധികം എമൗണ്ട് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മുടെ കൈവശം 5 വർഷം വയ്ക്കുകയും അതിനുശേഷം അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റെഡീം ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും എങ്ങനെ റെഡീം ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്താ, വാങ്ങിയത് എന്തോ അത് തന്നെയാണ് വിൽക്കുമ്പോഴും, അതാണ് അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ കാണാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്ത്. ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര വർഷം കഴിഞ്ഞാൽ റെഡീം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ 5 വർഷം കഴിഞ്ഞാൽ റെഡീം ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് ഏത് ടൈപ്പ് പ്രിഫറൻസ് ആണെന്ന് മനസ്സിലാക്കാമല്ലോ. റെഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചത്, രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, കെ പി ഈക്വൽ ടു ഡി പി പ്ലസ് 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു ആർ വി പ്ലസ് എൻ പി ഇൻറ്റു 100. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റെഡീമബിൾ പ്രിഫറൻസ് ഡിബഞ്ചേഴ്സ് ഷെയർസ് വരുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഡിവിഡൻഡ് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആകുള്ളത് 1000 പ്രിഫറൻസ് ഷെയർസ് ഉള്ളത്. ഒന്നിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 1 lakh ആണ് വരുന്നത്. 1 lakhൻ്റെ 10% പ്രീമിയത്തിനാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത് പറയുന്നുണ്ട്. 1 lakhൻ്റെ 10% പറയുമ്പോൾ 10,000 വരും. ആ ഒരു 10,000ൽ തന്നെ നമ്മൾക്ക് ഡിവിഡൻഡ് കാണാമെന്ന് പറയുമ്പം 10,000ൻ്റെ എത്ര ശതമാനം, അപ്പം നമുക്ക് ആകെ കിട്ടുന്നത് 1 lakh. 1,000നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 1 lakh വരും. 1 lakhൻ്റെ 7% ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 lakhൻ്റെ 7% പറയുമ്പോൾ 7,000. 1 lakh ഇൻറ്റു 7/100 ആണ്. അപ്പോൾ 7,000 ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്കിവിടെ 1/n ആണ്. 1/ എത്ര വർഷത്തേക്കാണ്, 5 വർഷത്തേക്ക്. റെഡീം ചെയ്യുന്നത് എത്രയാണ്, 1,00,000 രൂപയാണ് റെഡീം ചെയ്യുമ്പോൾ കിട്ടുന്നത്. മൈനസ് 1,10,000. എങ്ങനെ ഈ 1,10,000 കിട്ടിയത്, 10% പ്രീമിയത്തിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 1,00,000ൻ്റെ 10% പറയുമ്പോൾ 10,000 രൂപയാണ്. അപ്പോൾ ആ 1,00,000 ഉണ്ട് പ്ലസ് ഈ 10,000 കൂടി നമ്മളവിടെ കാണിക്കണം. എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, 1/2 ഇൻറ്റു ഈ സംഭവത്തിന് നേരെ ഇങ്ങോട്ട് പ്ലസ് ആക്കി മാറ്റുക ഇൻറ്റു 100. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ നടത്തേണ്ട വിധം എന്ന് പറയുന്നത് ഈ 7,000 ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം 1 lakhൽ നിന്നാണ് 1,10,000 കുറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഏതാണ് വലുതെന്ന് പറയുന്നത്, ആക്ച്വലി വലുത് 1,10,000 ആണ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിഗർ എന്ത് വരും, -10,000 എന്നാണ് വരിക. അപ്പോൾ -10,000 കിട്ടി ഈ ഡിവിഷൻ കൊണ്ട് മൈനസ് കൊണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 1/5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതായത് -10,000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പം നമുക്ക് -2,000 ആണ് വരിക. കാരണം ഇവിടെ പ്ലസ്സും നമുക്കിവിടെ കിട്ടുന്ന ആൻസർ നെഗറ്റീവും ആണെങ്കിൽ എന്ത് ചെയ്യണം, വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക എന്നുള്ള റൂളാണ് നമ്മൾ ചെറുതിലെ പഠിക്കുന്നത്. അപ്പോൾ 7,000 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഇവിടെ മൈനസ് വന്നത് എങ്ങനെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം 1 lakhന്ന് 1,10,000 മൈനസ് ചെയ്തപ്പോഴാണ് -10,000 വന്നത്. ആ -10,000ൻ്റെ 1/5 ചെയ്യുമ്പോഴാണ് എന്ത് വന്നത്, നമുക്ക് ഈ ഒരു എമൗണ്ട് ആയിട്ടുള്ള 2,000 വന്നത്. അപ്പോൾ അവിടെ മൈനസ് ആവാൻ കാരണം ഓൾറെഡി -10 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൻസറും മൈനസ് ഉണ്ടാവും. പക്ഷേ മൈനസും പ്ലസും കൂടി വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്,
മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ചെയ്തിട്ട് കൂടിയതിൻ്റെ ചിഹ്നം എന്താണോ അത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇവിടെ 7000 നിന്ന് 2000 കുറച്ച് 5000 ബൈ 1,05,000 ആണ് വരുന്നത്. റിഡീം ചെയ്യുന്നത് പാർ വാല്യൂവിനാണ് എന്ന് പറയുന്നുണ്ട്. പാർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 1,05,000. ഈ 1,05,000 കിട്ടിയിട്ട് എങ്ങനെയാണ് ക്ലിയർ ആണല്ലോ. 1,00,000 പ്ലസ് 1,10,000 എത്രയാണ് വരുന്നത്? 2,10,000 വരും. 2,10,000 ബൈ 2 ആണ് എന്ത് 1,05,000 എന്ന് പറയുന്നത് ഇൻറ്റു 100. 7000 നിന്ന് 2000 കുറച്ച് 5000 ബൈ 1,05,000 ഇൻറ്റു 100. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 4.76% ആണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. A company issued 10,000 10% preference shares of 100 each redeemable after 10 years at a premium of 5%. 10,000 പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഒന്നിൻ്റെ വില 100 രൂപയാണ്. ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന 10% റെഡീം ചെയ്യുന്നത് 5 പ്രീമിയത്തിനായിരിക്കും റെഡീം ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് അതിൽ വരുന്ന ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2 രൂപ തന്നെയാണ്. നമ്മളോട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ആഫ്റ്റർ 10 ഇയേഴ്സ് എന്നുള്ളത്. 10 വർഷം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് റെഡീം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഏതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഇക്വേഷൻ തന്നെ എടുത്തെഴുതിയിട്ട് മുകളിൽ പറഞ്ഞ് തന്നെ എടുത്തെഴുതി. ഇനി അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഇവിടെ ശ്രദ്ധിക്കുക. പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് DP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻഡ് അറിയണമെങ്കിൽ 10,000-നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 10 ലക്ഷം എന്ന് കിട്ടും. ആ 10 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്? 10% ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. 10 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? ₹1,00,000 ആണ് വരിക. പ്ലസ് 1 ബൈ എത്ര വർഷത്തേക്കാണ്? 10 വർഷത്തേക്ക്. അപ്പോൾ 1/10 ബ്രാക്കറ്റിൽ 10,50,000. RV ചെയ്യുന്നത് എന്താണ്? പ്രീമിയത്തിനാണ് RV എന്ന് പറയുന്നത്. റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത് പ്രീമിയത്തിന് 5% പ്രീമിയത്തിനാണ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ 5% പറയുമ്പോൾ എത്ര വരിക? ആ എമൗണ്ട് നോക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? 10,50,000. അപ്പോൾ 10 ലക്ഷവും കിട്ടുകയും ചെയ്യും. പ്ലസ് ഒരു 5% പറയുമ്പോൾ 50,000 ആണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് 10,50,000 മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ആണ് ഇവിടെ പറയുന്നത്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് എത്രയായിരുന്നു? 10,000 ഇൻറ്റു 100 പ്രകാരം കിട്ടണമായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് അവിടെ? അതിന് ഇതിന് വേണ്ടിയിട്ട് വന്ന ചിലവ് എന്ന് പറയുന്നത് 2 രൂപയാണ് ഒരു കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 രൂപയാണ് ചിലവെങ്കിൽ എത്ര ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്? 10,000. അപ്പോൾ 2 ഇൻറ്റു 10,000 പറയുമ്പോൾ 20,000 രൂപയാണ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ വരുന്നത്, ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ചിലവ് വരുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റും കഴിഞ്ഞ് വരുന്നത് മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? നെറ്റ് പ്രൊസീഡാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ടോട്ടൽ വരുന്നത് എത്രയാണ്? 10,000 into 100 that is 1 lakh. 10 lakh. 10 lakhൻ്റെ എത്രയാണ്? 5% പ്രീമിയം പറയുമ്പം 50,000. അപ്പോൾ 10,50,000. ഇനി ആ 10 lakh കിട്ടിയതിൽ നിന്ന് ഒരു ഷെയറിന് 2 രൂപ വീതം നമുക്ക് എന്ത് സംഭവിക്കേണ്ട? കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 10,000 ഷെയറിനും കൂടി 20,000 രൂപ നമ്മുടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ 10 ലക്ഷമാണ് വേണ്ടിയിരുന്നത്. അതിൽ നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ 9,80,000 ഇൻറ്റു 100 എന്നാണ് പറയുന്നത്. അപ്പോൾ 1 lakh നമ്മൾ അതേപോലെ എഴുതി. കാൽക്കുലേഷൻ ഇവിടെയാണ് വരാൻ പോണത്. 10,50,000 9,80,000 കൂടിയിട്ട് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 70,000 ആണ് എന്ത് വരിക? ഡിഫറൻസ് വരുന്നത്. ഈ 70,000 നമ്മൾ ഇനി എന്ത് ചെയ്യണം? 1/10 കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ 70,000 ബൈ 10 എന്ന് പറയുമ്പം എത്ര വരും? 7,000 എന്നാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ 7,000 കിട്ടിയത്. അപ്പോൾ 10,000 പ്ലസ് 7,000 ഇനി ഡിവൈഡഡ് ബൈ 10,500 9,80,000 കൂടി ആദ്യം ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നേർ പകുതി കാണാം. അതായത് 20,30,000 വരിക. അപ്പോൾ 20,30,000 നേർ പകുതി എന്ന് പറയുന്നത് 10,15,000 ആണ്. അപ്പോൾ നമുക്ക് മുകളിൽ 1 lakh കിട്ടിയിട്ടുണ്ട്. പ്ലസ് 7,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ 7,000 കിട്ടിയെന്നുള്ള ക്ലിയർ അല്ല എല്ലാവർക്കും? ഈ ഒരു മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെ 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 70,000 1/10 കൊണ്ട് ചെയ്യുമ്പോൾ 7,000 ഇവിടെ വന്നു. ഡിവൈഡ് ബൈ 10,15,000 ഇൻറ്റു 100.
അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഡിവൈഡ് ചെയ്ത് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് ഈ ഒരു 10.54 എന്നുള്ള ഉത്തരം അവിടെ കിട്ടുന്നത്. അപ്പോൾ ടേം ലോൺ ചെയ്യുമ്പം ടേം ലോൺ അല്ല, നമ്മളിപ്പോൾ പ്രിഫറൻസ് ക്യാപിറ്റലിലേക്ക് എത്തി. പ്രിഫറൻസിൻ്റെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തു. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും. എപ്പോഴും ഇതിന്നൊരു പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായി റിഡീം ചെയ്യുന്ന സമയം എവിടെയാണ്, ഏത് സമയത്താണ് വരുന്നത്, അതേപോലെ തന്നെ നമുക്ക് എത്ര വർഷത്തേക്കാണെന്നുള്ളത് കൃത്യമായി നോക്കുക. അത് എന്നാലേ റെഡീമബിൾ ആണോ അല്ലയോ അറിയാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് എങ്ങനെ, ഇൻട്രസ്റ്റ് അല്ല ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പഠിച്ചു. കോസ്റ്റ് ഓഫ് ടേം ലോണും പഠിച്ചു, കോസ്റ്റ് ഓഫ് പ്രിഫറൻസും പഠിച്ചു. ഇപ്പോൾ രണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സോഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്